ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങൾ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. പല ആളുകൾക്കും അവരുടേതായിട്ടുള്ള ട്രിക്കുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ചിലവ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങളെപ്പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകൾക്ക്, അതായത് ഒരുപാട് വരുമാനമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പർച്ചേസ് പ്രധാനമായിട്ടും ഞങ്ങൾ 2-3 തരത്തിലുള്ള പർച്ചേസുകളാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സാലറി കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു പർച്ചേസ് മിക്കതും ചെയ്ത് വയ്ക്കാറുണ്ട്. മാസം അവസാനം ആകുമ്പോഴത്തേക്ക് അറിയാം എല്ലാവരുടെ കയ്യിലും പൈസ കുറവായിരിക്കും. പിന്നെ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകളും മറ്റുള്ള ചിലവുകളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ മെഡിസിൻ കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങളാണ് ഫസ്റ്റ് തന്നെ വാങ്ങിച്ചു വയ്ക്കാറുള്ളത്. അതിനായിട്ട് നമ്മൾ 3 തരത്തിലുള്ള മാർക്കറ്റാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഹോൾസെയിൽ കടയിൽ നിന്നാണ് ഞങ്ങൾ ഒട്ടുമിക്ക സാധനങ്ങളും ആദ്യമായിട്ട് വാങ്ങിക്കാറുള്ളത്. അപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സാധാരണ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ ഒരു മാർക്കറ്റ് ഈ ഒരു അന്നപൂർണ എന്നുള്ള ഈ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. അപ്പം ഈ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ റെഡ് റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് റൈസ് അവൈലബിൾ ആയിട്ടുള്ളൊരു കടയാണിത്. അപ്പം റെഡ് റൈസ് ഇവിടെ നിന്ന് വാങ്ങിക്കും. അതുപോലെ സോന മസൂരി, പച്ചരി, ഷുഗർ, ഓയിൽ, ആട്ട, അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഈ കടയിൽ ഒട്ടുമിക്ക സാധനങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഈ ഒരു കടയിൽ അവൈലബിൾ ആണ്. ഇതൊരു ചെറിയ ഒരു ബാംഗ്ലൂർ എത്ര വലിയ സിറ്റി ആയിരുന്നാലും നിങ്ങൾക്ക് വന്നവർക്കറിയാം, ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അങ്ങാടികൾ നമുക്ക് കാണാൻ പറ്റും. നാട്ടിലുള്ളതുപോലെയുള്ള ചെറിയ ചെറിയ അങ്ങാടികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഒരു ചെറിയ ഒരു അങ്ങാടിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു അങ്ങാടിയാണിത്. അപ്പം ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളും ഈ ഒരു സ്ഥലത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു കടയിൽ കണ്ടില്ല, എല്ലാ തരത്തിലുള്ള അരികൾ തന്നെ പല വെറൈറ്റി അരികളുണ്ട്. പിന്നെ ചെറുപയറാണെങ്കിലും മുളക്, മല്ലി, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു കടയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ ആട്ട, വെളിച്ചെണ്ണയല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള അങ്ങനെയുള്ള ഓയിൽ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ അതിന് നമ്മൾ ഒരു കൃത്യമായ ഒരു എമൗണ്ട് നമുക്ക് എല്ലാ മാസവും ചിലവാകുന്നുണ്ട്. അപ്പം മറ്റു കടയിലെ അപേക്ഷിച്ചിട്ട് ഹോൾസെയിലായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പം വിലയിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ലോക്കൽ മാർക്കറ്റുകളെയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ലോക്കൽ മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസാണ്, പ്രധാനമായിട്ടും വെജിറ്റബിൾസ്. അപ്പം വെജിറ്റബിൾസ് നമ്മൾ ഒരു കുറച്ച് 2-3 ദിവസത്തേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് മാത്രമാണ് വാങ്ങിക്കാറുള്ളത്. ഒന്നിച്ച് വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ട് ചീത്തയാക്കി കളയുന്നതിനേക്കാളും നല്ലത് ഞാൻ തോരനും ഒക്കെയുള്ള സാധനങ്ങൾ ഒരു തോരനുള്ള ഇത് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഒരു 3-4 അല്ലെങ്കിൽ ഏറിയാൽ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും അതിൽ ഒരേ ഐറ്റം തന്നെ കുറേ വാങ്ങിക്കില്ല. ഒരു 200-300 ഗ്രാം വീതം ഓരോ ഐറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കും. അങ്ങനെയാകുമ്പം നമുക്ക് ഒരേ തോരൻ തന്നെ എല്ലാ ദിവസവും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ആയിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. അപ്പം കുറേശ്ശെ വഴുതിന, വെണ്ട, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചായിട്ട് വാങ്ങിക്കും. പിന്നെ ഉള്ളി, ഉരുളക്കിഴങ്ങ്, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒന്നിച്ച് 4-5 കിലോ അല്ലെങ്കിൽ 3 കിലോ ഒക്കെ ഒന്നിച്ചുണ്ടാകുമ്പം, ഇപ്പം ഇവിടെയൊക്കെ 5 കിലോ ഉരുളക്കിഴങ്ങിന്, ഉള്ളിക്കൊക്കെ 5 കിലോയ്ക്ക് 100 രൂപയേ ഉള്ളൂ. അപ്പോൾ അതുപോലെയുള്ള സമയത്ത് അത് വാങ്ങിക്കും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ചിക്കനും ഇതേപോലെ തന്നെ നമ്മുടെ ഒരു ഹോൾസെയിൽ ഷോപ്പാണിത്. അപ്പം ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. അവിടെ ഒരു ഫുൾ ചിക്കനായിട്ട് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. അതാകുമ്പം എല്ലാ തരത്തിലുള്ള പീസസ് ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഫുൾ കോഴിയാണ് എടുക്കുക. അപ്പം ഈ ചിക്കൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വലുപ്പമുള്ളത് എടുക്കാതിരിക്കുക. അപ്പം ഏകദേശം കുറച്ച് വലുപ്പം കുറഞ്ഞ്, അതായത് 3 കിലോ എന്നുള്ള വലിയ കോഴി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റ് ഭയങ്കര ഹാർഡായിരിക്കും. അപ്പം ഒരു മീഡിയം സൈസിലുള്ള ഒരു ചിക്കൻ ഫുള്ളായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലുള്ളവർക്ക് അറിയാം, അവർക്ക് എപ്പോഴും ഒരുപാടൊന്നും ആവശ്യമില്ലെങ്കിലും എല്ലാ ദിവസവും കുറേശ്ശെ ചിക്കൻ കിട്ടുകയാണെങ്കിൽ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ എന്തായാലും വാങ്ങിക്കും. പിന്നെ ഫിഷ് വാങ്ങിക്കാറുണ്ട്. വല്ലപ്പോഴുമാണ്. ഇവിടെ അവൈലബിലിറ്റി വളരെ കുറവാണ്, ഉള്ളതിന് ഭയങ്കര റേറ്റുമാണ്, ഫ്രഷും ആയിരിക്കില്ല. അപ്പം വല്ലപ്പോഴും ഞങ്ങൾ മീനും വാങ്ങിക്കാറുണ്ട്. അതുപോലെ
മറ്റ് മീറ്റുകളും വാങ്ങിക്കാറുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിക്കുന്നതാണ് ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ സാധാരണയായിട്ട് ബ്രെഡ് അതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും പലഹാരങ്ങൾ വാങ്ങിക്കാറില്ല, അത് അധികവും ബ്രെഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും വാങ്ങിക്കാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യം വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഫ്രൂട്ട്സാണ്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സീസണലായിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിക്കാൻ കൂടുതലും ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇത് മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഒരുപാടുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീസണൽ ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പം ആ ഫ്രൂട്ട്സിന് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ റേറ്റ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കുക. വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന സമയത്തും നമുക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന സമയത്തും ഓരോന്നിൻ്റെയും വില ചോദിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ അവൈലബിലിറ്റി ഉള്ള ടൈപ്പ് വെജിറ്റബിൾസ് നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പം മാങ്ങയുടെ ഒരു സീസൺ ആകുന്ന സമയത്ത് മാങ്ങ ഒരുപാട് അവൈലബിൾ ആണ്. അതുകൊണ്ട് മാങ്ങ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെയുള്ള വാട്ടർമെലൺ അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് വാങ്ങിക്കാം. അപ്പം ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് ഇപ്പം ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു മാങ്ങയും അതുപോലെ തന്നെ വാട്ടർമെലണാണ് വാങ്ങിയിരിക്കുന്നത്. ഈ കടയിൽ പോയ സമയത്ത് ഇതുപോലെയുള്ള ചെറിയ മാങ്ങയും കണ്ടു കേട്ടോ. പക്ഷേ ഇതിന് 140 അങ്ങനെ ഏതാണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. 140 അങ്ങനെ എന്തോ ആയിരുന്നു പറഞ്ഞത്. നമ്മൾ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്ന ആ ഒരു മാങ്ങയാണ് കേട്ടോ. ഇതിനിടയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അടുത്ത കാര്യം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, നമുക്ക് അരി നമുക്ക് ഒരുമിച്ച് തന്നെ അരച്ച് വയ്ക്കാം. കുറച്ച് അധികം നമുക്ക് ഞങ്ങളുടെ ഇവിടെയൊക്കെ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എനിക്ക് മിസ്സായി. അല്ലാതെ നമ്മൾ ഹോൾസെയിലിൽ നിന്ന് റവയും ആട്ടയും അരിപ്പൊടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പം അല്ലാതെ നമ്മൾ ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അരി നമുക്ക് അരച്ച് വെക്കാം. ദോശയ്ക്കും ഇഡ്ഡലിക്കും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഒരു കിലോ ഒക്കെ അരക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേ ദിവസങ്ങളിലേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓൾട്ടർനേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉപയോഗിക്കാം. അത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 10-20 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 20-25 രൂപയ്ക്ക് തന്നെ അത്രയും 1 കിലോയിലധികം അരി ഉഴുന്നും എല്ലാം ചേർത്തിട്ട് ദോശയുടെ മാവ് നമുക്ക് അരച്ച് കിട്ടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പം അതും ഞാൻ ചെയ്ത് വയ്ക്കാറുണ്ട്. സ്കൂളിലൊക്കെ തുറന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് പോയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇഷ്ടമാണ്. ചോറ് കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. എൻ്റെ കുട്ടികൾക്ക് ചോറ് വലിയ താല്പര്യമില്ല. പിന്നെ ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ ബ്രെഡ് വാങ്ങിക്കാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു കടയിൽ നിന്ന് നല്ല ഫ്രഷായിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. റേറ്റ് വലിയ കുറവൊന്നുമില്ല, എന്നാലും സാധനം ഫ്രഷ് ആയിരിക്കും. പിന്നെ നമുക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങൾ. മൂന്നാമത്തെ ഐറ്റംസാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബട്ടർ, ഗീ, മസാല, സോപ്പ്, പേസ്റ്റ്, ഷാമ്പൂ, പിന്നെ അതുപോലെയുള്ള സാധനങ്ങൾ, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ചില സൂപ്പർ മാർക്കറ്റുകൾ നമുക്ക് പ്ലേറ്റ്സോ ജാറോ സ്റ്റോറേജിനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ അങ്ങനത്തതൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു മോൾ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ, ചെറിയ ചെറിയ മാളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ സ്കൂൾ തുറക്കാനായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ, പാത്രങ്ങളും അങ്ങനെയുള്ള ബാഗ്, പാത്രം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണ്. നേരത്തെ തന്നെ വാങ്ങി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് തുറക്കാനായ സമയത്തേക്കായിരുന്നു ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കടകളിൽ നിന്ന് ആ ഒരു കാര്യം കൂടെ ഞങ്ങൾ വാങ്ങിക്കും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അത് വളരെ ഒക്കേഷണലി ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് ഡ്രസ്സ് എടുക്കുന്നത്. എപ്പോഴും എല്ലാ മാസവും പോയിട്ട് റെഗുലറായിട്ട് ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം ഓരോ ഒക്കേഷണലി നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ഇതെടുക്കാറുണ്ട്, ഡ്രസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഈ ഒരു തരത്തിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയങ്ങളിൽ, അതായത് പിന്നെ എന്താ പറയുക, നമ്മുടെ ആവശ്യത്തിനുള്ള വരുമാനം ഓരോ മാസത്തെയും വരുമാനത്തിനനുസരിച്ച് മാസത്തിൻ്റെ ആദ്യം തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്.
ചില ആളുകൾ കണ്ടിട്ടുണ്ട് അന്നേരം പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഈ വാങ്ങി വെച്ചതിൽ എന്തെങ്കിലും ചിലപ്പം കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഗസ്റ്റോ പറയാതെ ആരെങ്കിലും പെട്ടെന്ന് വരിക കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ സാധനങ്ങൾ ആവശ്യമുണ്ടാവും. അപ്പോൾ മാത്രമാണ് അങ്ങനെ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലെ ഒന്നിച്ച് വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ല, ഞാൻ മാവ് അരച്ചതും അതുപോലെ പച്ചക്കറികളെല്ലാം തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ മോര്, തൈര് അതുപോലത്തെ സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഞങ്ങളുടെ ഒരു ചിലവ് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ഇനിയും നമുക്ക് മറ്റ് ചിലവുകളെല്ലാം ഉണ്ട്. കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ്, 2 പേര് സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് അവരുടെ ഫീസ് വേണം, അതുപോലെ വാനിൻ്റെ പൈസ, വാടക, കറണ്ട് ബില്ല്, ഗ്യാസ്, മറ്റ് ലോണുകളും കാര്യങ്ങളും, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള പല ആവശ്യമുണ്ട്. അപ്പം അതെന്താണെന്നുള്ള കാര്യം, എന്താണ് ഇത്രയും പൈസയ്ക്കുള്ള മെഡിസിൻ